നാളെ ജാമ്യം കിട്ടും. കാരണം 60 വയസ്സ് കഴിഞ്ഞവരാണ്, സ്ത്രീകളാണ്, ഇവർക്കെതിരെ മുൻകൂർ കേസുകളില്ല. NIA-ക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണമെന്ന വിഷയത്തിൽ ആശങ്കയുണ്ട്. കാരണം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഈ വിഷയം NIA-യുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന വിഷയമാണോ എന്ന വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിന് സ്വാഭാവികമായും ജാമ്യം കിട്ടും. പക്ഷേ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ളത് ചെയ്തു. ആരെ സന്തോഷിപ്പിക്കാൻ? ഛത്തീസ്ഗഡിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനും ഛത്തീസ്ഗഡിലെ BJP-യെ സന്തോഷിപ്പിക്കാനും പ്രോസിക്യൂഷൻ വേണ്ടത് ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനോ? പുറത്തു വന്ന് ഷോൺ ജോർജും അനൂപ് ആന്റണിയും കള്ളം പറഞ്ഞു. പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. അങ്ങനെയല്ല, പ്രോസിക്യൂഷൻ എതിർത്തു. അതൊരു സ്വാഭാവികമായ നടപടിക്രമമോ എന്ന നിലയിൽ തന്നെ പ്രോസിക്യൂഷൻ എതിർത്തു. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതാണല്ലോ ചരിത്രം. 10% കേസുകളെങ്കിലും കേരളത്തിൽ പല ക്രിമിനൽ കേസുകളിലടക്കം നോൺ ബെയിലബിൾ കേസുകളിലടക്കം ജാമ്യം അനുവദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ. എത്രയെത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പല കേസുകളല്ലേ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സുപ്രീം കോടതി തന്നെ ഓർമ്മിക്കുന്നുണ്ട്, പല കോടതികളും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രോസിക്യൂട്ടറെ, നിങ്ങൾ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരിൻ്റെ വാദം പറയുന്നവരല്ല പ്രോസിക്യൂട്ടർ. കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നിങ്ങൾ ജാമ്യ ഹർജി എതിർക്കുമ്പോൾ അതിന് മതിയായ കാരണങ്ങൾ വേണം എന്ന് പല കോടതികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.